ഹലോ ഗൈസ്, റേഷൻ കടയിൽ പോയി പച്ചരി മേടിച്ചുകൊണ്ട് വന്നു പിന്നുള്ള അടുത്ത പരിപാടി അത് കഴുകി ഉണക്കി പൊടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ പൊടിച്ചുകൊണ്ട് വന്ന പൊടി കൊണ്ട് നമ്മളിപ്പോൾ ഇതാ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകണേ. നല്ല പഞ്ഞ് പോലത്തെ ഉണ്ണിയപ്പം കേട്ടോ. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പഞ്ഞ് പോലത്തെ ഉണ്ണിയപ്പം കിട്ടും കേട്ടോ. ഞാനിവിടെ 1 കിലോ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മിക്സിയുടെ ജാറിലേക്ക് 3 പാണയംകോടൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു പിഞ്ച് സോഡാപ്പൊടി, 1 സ്പൂണ് എള്ള്, പിന്നെ ഒരു പിഞ്ച് ഉപ്പോടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. കൈ കൊണ്ടൊന്ന് ഇളക്കുക, കാരണം നമ്മുടെ അരിപ്പൊടിയാണെങ്കിൽ കട്ട കെട്ടാൻ പാടില്ല. അതിനകത്തേക്ക് നമ്മൾ മധുരത്തിനനുസരിച്ച് ശർക്കര ലായനിയുണ്ടോ ചേർക്കുന്നത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് ശർക്കര കുറച്ച് കട്ടിയിട്ട് ലായനിയാക്കിയിട്ട് ഒഴിക്കണം, അല്ലാത്തവർക്ക് കുറച്ച് ലൂസായിട്ട് ഒഴിക്കണം കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ആദ്യം ചൂടുള്ളത് കാരണം നമ്മളൊരു തവിച്ച് മിക്സ് ചെയ്യുക, പിന്നെ നമ്മൾ കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, കാരണം കട്ട കെട്ടാൻ പാടില്ല. അപ്പം നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഒരു 3 മണിക്കൂറോളം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 3 മണിക്കൂറോളം വെച്ച് കഴിയുമ്പോൾ നമ്മൾ ബാറ്റർ എന്തായാലും കട്ടിയായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ച് ചേർക്കണം കേട്ടോ. തേങ്ങാക്കൊത്ത് ചേർത്ത് കഴിയുമ്പോഴത്തേനും നല്ല കട്ടിയായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ശർക്കര ലായനി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് വീണ്ടും നമ്മുടെ മാവ് ഒന്ന് ലൂസാക്കി എടുക്കട്ടെ. ഞാനിവിടുത്തെ വെള്ളം ചേർത്തുകൊണ്ട് നമ്മുടെ മാവ് ലൂസാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ദോശമാവൊക്കെ ഇല്ല, നമ്മൾ അരച്ചൊക്കെ രാവിലെ ഇളക്കാൻ നേരത്ത് ഉണ്ടാവുക ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്, ചെറിയൊരു കട്ടിയോടെ. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സൂപ്പർ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഞാനൊരു 3 മണിക്കൂറാണ് വെക്കുന്നത്. അപ്പോൾ നല്ല തന്നെ നല്ല സോഫ്റ്റ് ആവും. നമ്മുടെ 25 വർഷം പഴക്കമുള്ള ചട്ടിയാണ് ഇത്. ഇങ്ങനത്തെ ഓട്ട് ഉരുളി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഓടിൻ്റെ സംഭവമാണ് കേട്ടോ ഇത്, ഈ അച്ച്. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നോൺ സ്റ്റിക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇത് 25 വർഷത്തെ പഴക്കമാണ് കേട്ടോ. നമ്മൾ 25 വർഷം കൊണ്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ടേസ്റ്റും ഉണ്ടാവും. അതാണ് നമ്മുടെ ചട്ടിക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ് കേട്ടോ. പഞ്ഞു പോലെയും 3 ദിവസം വരെ നമുക്കിത് പുറത്ത് വെക്കാൻ കേടൊന്നും ആവില്ല. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.